ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ അതുപോലെ തന്നെ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും സ്ഥിതിയെല്ലാം പരിശോധിക്കുകയും ചെയ്തു. മലബാർ ഭാഗത്തും പൂർണ്ണമായി തന്നെ ഈ ഒരു പണിമുടക്ക് മുന്നോട്ട് പോകുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. അവിടെ നിന്നുമുള്ള വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് നമുക്കൊപ്പം ചേരുന്നത്. രതീഷ്, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഈ പണിമുടക്ക് പുരോഗമിക്കുന്നത്? നേരത്തെ കണ്ണൂരിലൊക്കെ ചെറിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കോഴിക്കോട് ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പണിമുടക്ക് നടക്കുന്നത്? തീർച്ചയായും പൂർണ്ണമാണ് കോഴിക്കോടെ പണിമുടക്ക് എന്ന് തന്നെ പറയാൻ കഴിയും. പൊതുവിഭാഗങ്ങളുടെ, അതായത് ട്രേഡ് യൂണിയനുകളുടെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുപോലെ തന്നെയാണ് കോഴിക്കോട് നഗരത്തിൻ്റെ ഈ നിശ്ചലാവസ്ഥ. രാവിലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരുന്നു. ചില ഇടങ്ങളിൽ ഒക്കെ തന്നെ ഈ കട തുറന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഒഴിച്ചാൽ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. KSRTCയുടെ 2 സർവീസുകൾ പാവങ്ങാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കാനുള്ള ശ്രമം ഈ സമരാനുകൂലികൾ തടഞ്ഞു. അതുമാത്രമാണ് അല്പസമയം സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചത്. മറ്റിടങ്ങളിലൊന്നും അങ്ങനെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായില്ല. മാത്രമല്ല, കോഴിക്കോട് ടെർമിനലിൽ നിന്ന് യാതൊരുവിധ സർവീസുകളും KSRTC നടത്തിയിട്ടില്ല. ഈ രാത്രിയിലും മറ്റും വന്ന, പുലർച്ചെയും മറ്റും വന്ന നിരവധി ആളുകൾ, ഇന്നലെ 12 മണിക്ക് ശേഷം വന്ന നിരവധി യാത്രക്കാർ മറ്റിടങ്ങളിലേക്ക് പോകാതെ അവിടെ തന്നെ ഉണ്ട് എന്നത് ഒഴിച്ചാൽ മറ്റ് സംഘർഷങ്ങളൊന്നും തന്നെ ആ പ്രദേശത്തില്ല. മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങൾ തന്നെ വളരെ പരിമിതമായാണ് നഗരങ്ങളിലേക്ക് എത്തുന്നത്. വലിയ അനിഷ്ട സംഭവങ്ങളില്ല. തിരുവണ്ണൂരിൽ ഒരു ക്ലിനിക്ക് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ന്യൂസ് മലയാളത്തിലെ പ്രാദേശിക ലേഖകൻ മുസാമിലിന് നേരിയ ഈ സമരാനുകൂലികളുമായുള്ള തർക്കത്തിൽ നേരിയ പരിക്കേറ്റു. അദ്ദേഹം ഫറൂഖ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മറ്റിടങ്ങളിലൊന്നും വലിയ സംഘർഷങ്ങളില്ല. മുക്കം ഭാഗത്തൊക്കെ തന്നെ സമരാനുകൂലികൾ ചില സ്വകാര്യ ബാങ്കുകളും മറ്റും അടപ്പിക്കാനുള്ള ശ്രമം നടത്തി. പിന്നീട് അവരൊക്കെ തന്നെ സ്ഥാപനങ്ങളൊക്കെ അടച്ചു പോവുകയാണ് ഉണ്ടായത്. പൂർണ്ണമായും മലയോര മേഖലയും നഗരമേഖലയും ഒക്കെ തന്നെ പൂർണ്ണമായും പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായത്. രാവിലെ നടന്ന ഈ ഇതുമായി ബന്ധപ്പെട്ട പൊതുയോഗം ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തരത്തിൽ ഈ സമരാനുകൂലികളുടെയും പ്രതിനിധികളുടെ ഒക്കെ തന്നെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. നഗരത്തിൽ പ്രകടനം നടത്തിയാണ് ഈ പ്രതിഷേധ പൊതുയോഗത്തിൽ ഈ സമര പ്രവർത്തകർ പങ്കെടുത്തത്. എന്തായാലും പൂർണ്ണമായും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഈ ദിനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശരി രതീഷ്, കോഴിക്കോടും പണിമുടക്ക് പൂർണ്ണമാണ്. സമരാനുകൂലികൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും തന്നെ ഓടുന്നില്ല. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്.